അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തിയായ സാമ്പത്തിക വിദഗ്ധയാണ് ക്ഷമ സാവന്ത്. ഇന്ത്യൻ അമേരിക്കൻ വംശജയായ അവർ അമേരിക്കൻ നഗരമായ സിയാറ്റിലിൽ നഗരസഭാ കൗൺസിൽ അംഗമായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും കർഷകർക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ഭരണകൂട വേട്ടയ്ക്കുമെതിരെ നിരന്തരമായി ശബ്ദമുയർത്തുന്നുണ്ട് ക്ഷമ. മോദി സർക്കാരിൻ്റെ കടുത്ത വിമർശകയായ അവർ CAA സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു വാർത്തകളിൽ നിറയുന്നത്. ഇപ്പോഴിതാ ഈ നിലപാടുകളുടെ പേരിൽ മോദി സർക്കാർ സ്വന്തം ജന്മനാട്ടിലേക്കുള്ള വിസ നിഷേധിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവർ. CAA സമരത്തിനുള്ള പിന്തുണയും സർക്കാരിൻ്റെ ന്യൂനപക്ഷ കർഷകദ്രോഹ നയങ്ങൾക്കെതിരായ വിമർശനത്തിൻ്റെയും പേരിലാണ് ഈ വേട്ടയെന്ന് അവർ പറയുന്നു. ക്ഷമയുടെ മാതാവ് 2 വർഷത്തോളമായി രോഗബാധിതയായി ചികിത്സയിലാണുള്ളത്. ബംഗളൂരുവിലെ ഇവരുടെ വീട്ടിലാണ് അമ്മ കഴിയുന്നത്. രോഗം കടുത്തതോടെ 2024 മെയ് മുതൽ നിരവധി തവണ ഇന്ത്യയിലെത്താൻ ക്ഷമ ശ്രമിച്ചു. ആദ്യം ഈ വിസയ്ക്കും പിന്നീട് എമർജൻസി വിസയ്ക്കും അപേക്ഷിച്ചു. എന്നാൽ അപേക്ഷകളെല്ലാം തള്ളപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. രോഗിയായ അമ്മയെ കാണാൻ പോലും വിടാതെ മോദി സർക്കാർ പക തീർക്കുകയാണെന്ന് ക്ഷമ ആരോപിക്കുന്നു. എമർജൻസി വിസ നടപടിക്രമങ്ങളുടെ ഭാഗമെന്ന് പറഞ്ഞ് തൻ്റെയും ഭർത്താവിൻ്റെയും പാസ്പോർട്ടുകൾ സിയാറ്റിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പിടിച്ചുവെച്ചിരിക്കുകയാണെന്നും അവർ വെളിപ്പെടുത്തി. US പാസ്പോർട്ടുകളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. 3 ആഴ്ചയോളമായി ഇത് കൊണ്ടുപോയിട്ട് എന്ന് തിരിച്ചു തരുമെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ലെന്നും ക്ഷമ പറഞ്ഞു. ഇന്ത്യയിലെ വലതുപക്ഷ തൊഴിലാളി വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ വലതുപക്ഷ ദേശീയ പാർട്ടിയായ BJPക്കുമെതിരെ സിയാറ്റിലെ തൻ്റെ സോഷ്യലിസ്റ്റ് നഗരസഭാ ഭരണകൂടം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ക്ഷമ സാവന്ത് ചൂണ്ടിക്കാട്ടി. തൊഴിലാളികൾക്കും കർഷകർക്കും മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ മറ്റു പീഡിത വിഭാഗങ്ങൾക്കുമെതിരെ നിരന്തരമായ ആക്രമണം അഴിച്ചുവിടുകയാണ് മോദിയും BJPയും. ദശലക്ഷങ്ങൾക്ക് പൗരത്വം നിഷേധിച്ച മുസ്ലിം വിരുദ്ധ ദരിദ്രവിരുദ്ധ CAA NRC നിയമം ഇതിൻ്റെ ഭാഗമാണെന്നും അവർ പറഞ്ഞു. അമേരിക്കയിൽ ആദ്യമായി CAAയും NRCയെയും അപലപിച്ച് പ്രമേയം പാസ്സാക്കുന്നത് എൻ്റെ ഓഫീസാണ്. അതിൻ്റെ പേരിൽ US ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും മാത്രമല്ല സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. കോൺസുലേറ്റ് പരസ്യമായി തന്നെ ഞങ്ങൾക്കെതിരെ രംഗത്തെത്തി. മോദിയുടെ ക്രൂരവും ചൂഷണപരവുമായ നയങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഞങ്ങൾ പ്രമേയം പാസാക്കി. നഗരത്തിലുടനീളം ജാതി വിവേചനം നിരോധിച്ചുകൊണ്ട് ചരിത്ര നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ. ദക്ഷിണേഷ്യയ്ക്ക് പുറത്ത് ഇതാദ്യമായിരുന്നു. സിയാറ്റിൽ ഡെമോക്രാറ്റുകളിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള മോദി അനുകൂല സംഘങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു ഇതെല്ലാമെന്ന് ക്ഷമ തുടർന്നു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച കൂട്ടമായുള്ള നാടുകടത്തൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. തൊഴിലിടങ്ങളിലെല്ലാം റെയ്ഡ് നടക്കുന്നു. അമേരിക്കയിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും വ്യത്യാസമില്ലാതെ കുടിയേറ്റ തൊഴിലാളികൾക്കെതിരെ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. വലതുപക്ഷത്തിനും ശതകോടീശ്വരന്മാർക്കുമെതിരെ തൊഴിലാളി വർഗവും ഇടതുപക്ഷവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പോരാടേണ്ടതുണ്ട്. കുടിയേറ്റക്കാരെയും ആക്ടിവിസ്റ്റുകളെയും പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന അവരുടെ കുടില തന്ത്രങ്ങൾക്കെതിരെ പണിമുടക്കിലൂടെയും നിസ്സഹകരണത്തിലൂടെയും പ്രതിഷേധിക്കണം. മോദിക്കും BJPക്കും ട്രംപിനും റിപ്പബ്ലിക്കന്മാർക്കും ഡെമോക്രാറ്റുകൾക്കും എല്ലാ മൂലധന സംഘങ്ങൾക്കുമെതിരെ പോരാടണമെന്നും ക്ഷമ ആവശ്യപ്പെട്ടു. പൂനെയിൽ ജനിച്ച ക്ഷമ സാവന്ത് 1994 മുംബൈ സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നീട് ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു. 2003 നോർത്ത് കരോലൈന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടി. മൈക്രോസോഫ്റ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഭർത്താവ് വിവേക് സാവന്ത്. സിയാറ്റിൽ സർവകലാശാലയിലും വാഷിംഗ്ടൺ ടക്കോമ സർവകലാശാലയിലും വാഷിംഗ്ടൺ ആൻഡ് ലീ സർവകലാശാലയിലും പ്രൊഫസറായും വിസിറ്റിംഗ് പ്രൊഫസറായും പ്രവർത്തിച്ചിട്ടുണ്ട് ക്ഷമ. 2006 സോഷ്യലിസ്റ്റ് ആൾട്ടർനേറ്റീവ് പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയ രംഗത്തും സജീവമായി. 2013 സിയാറ്റിൽ സിറ്റി കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സിയാറ്റിൽ നഗരസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്ന ആദ്യത്തെ സോഷ്യലിസ്റ്റ് നേതാവ് കൂടിയാണവർ. അതേസമയം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യൻ ബ്രിട്ടീഷ് എഴുത്തുകാരിയും BJP വിമർശകയുമായ നിതാഷ കൗളിനെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചയച്ചിരുന്നു. ഒരു കാരണവും പറയാതെയായിരുന്നു നടപടി. സ്വീഡൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തനം അക്കാദമിക്കുമായ അശോക് സ്വൈനിൻ്റെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ OCI കാർഡ് 2023 റദ്ദാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ BJPയുടെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും വിമർശകനാണ് സ്വൈൻ. 2019 ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരൻ ആതിഷ് തസീറിൻ്റെ OCI അംഗത്വവും റദ്ദാക്കി. മോദി സർക്കാരിനെ വിമർശിച്ച് ഇന്ത്യാസ് ഡിവൈഡർ ഇൻ ചീഫ് എന്ന തലക്കെട്ടിൽ ടൈം മാഗസിനിൽ ലേഖനം എഴുതിയിരുന്നു ആതിഷ്. ഇതിലുള്ള പ്രതികാര നടപടിയാണിതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു.